ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഭാഗ്യങ്ങളും നേടിയെടുത്തത് ഈ ദിക്റുകളെ കൊണ്ടാണ്. ഈ ദിക്റുകൾ ചൊല്ലിയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷവും ഹൈറും ബറക്കത്തൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നത് എന്ന് പറയപ്പെട്ട വളരെ പവിത്രതയുള്ള ദിക്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിക്റുകൾ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലെ, കച്ചവടത്തിലെ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അതിലൊക്കെ വലിയ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന മഹാന്മാരൊക്കെ ചെയ്ത വലിയ ഫലങ്ങളുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിന്റെ മുമ്പ് കഴിഞ്ഞ ദിവസം 23-ാം തീയതിയും നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഏകദേശം ഒരു 400-നടുത്ത ആളുകൾ ഇവിടെ നമ്മുടെ വീട്ടിലൂടെ എത്തുകയുണ്ടായി. ഈ 400-നടുത്ത ആളുകൾ വന്നത് രാവിലെ 3:30 നമ്മുടെ ഈ ടൗണിലെത്തുകയും കറക്റ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഏകദേശം 6 മണി മുതൽ ഇവിടെ നിന്ന് ആളുകൾ ഇവിടെ എത്തുകയും നമുക്ക് നോക്കി ഏകദേശം എല്ലാവരെയും നോക്കി വന്ന ഒരാളെയും വെറുതെ ആക്കരുത്, അവർക്കൊക്കെ കാണാനുള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന് കരുതി എല്ലാവരെയും നോക്കിയിട്ടാണ് എല്ലാവരെയും തിരിച്ചയച്ചത്. ഇവിടെ നിന്ന് അവസാനത്തെ ആള് പോകുമ്പോൾ ഏകദേശം രാവിലെ 6 മണിക്ക് തുടങ്ങിയത് രാത്രി 12 മണിയോളം നീണ്ടു നിന്നു. 12 മണിക്ക് ശേഷമാണ് എല്ലാ ആളുകളും ഇവിടുന്ന് ഒഴിഞ്ഞു പോയി കിട്ടിയത്. അത്രയും ആളുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്നു. ഒരാൾക്ക് തന്നെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് വരുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ട്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവര്. അപ്പൊ അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് അവർ വന്ന കാര്യങ്ങൾ പറയാൻ സാധിക്കാതിരിക്കുക, നമുക്ക് അതിന്റെ സൊല്യൂഷന്, പരിഹാരം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതിരിക്കുക, ഇത് രണ്ടും സംഭവിക്കരുത്. അപ്പൊ അത്രയും ആളുകൾ ഉണ്ടായപ്പോ ഒരുവിധം എല്ലാവർക്കും ഒരുവിധം സമയം നൽകിയിട്ട് ഇൻഷാ അല്ലാഹ് അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിച്ചു. അള്ളാഹു അവര് ചെയ്യുന്ന അമലുകളില് അവരെന്ത് നിയ്യത്ത് കരുതിയിട്ടാണോ വന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ നിയ്യത്ത് അള്ളാഹു പൂർത്തീകരിച്ചൊരുക്കട്ടെ. രോഗങ്ങൾ ശിഫ നൽകട്ടെ, കടങ്ങൾ വീട്ടിക്കൊടുക്കട്ടെ, ബിസിനസ്സിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. അതില് UAE-യിൽ നിന്ന് ഇവിടേക്ക് വേണ്ടി മാത്രം നേരിട്ട് കാണാനുള്ള അവസരത്തിന് വേണ്ടി മാത്രം 23-ാം തീയതി ഒഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ ഇറങ്ങുകയും എയർപോർട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാതെ നേരിട്ട് നമ്മുടെ ഇവിടെ എത്തുകയും അങ്ങനെ അവരവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരതിനു വേണ്ടി മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നവരൊക്കെയുണ്ട്. അള്ളാഹുവേ, ആ കുടുംബത്തിന്റെ, അവരിവിടെ കേൾക്കുന്നുണ്ടാകും, അവരുടെ ബിസിനസ്സിൽ ഇനി വലിയ ഉയർച്ച നൽകണം അല്ലാഹ്. പാവപ്പെട്ട നല്ല നിഷ്കളങ്കരായ നല്ല മനസ്സിന്റെ ഉടമകളായ ആ വ്യക്തിത്വങ്ങൾ, അള്ളാഹുവേ, അവരുടെ ബിസിനസ്സിൽ നീ വലിയ ഉയർച്ച നൽകണം അല്ലാഹ്, നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം, ഇന്നലെ മുഴുവനും, ഒരു പകല് മുഴുവനും അല്ല, ഏകദേശം 6 മണി മുതൽ 12 മണി വരെ നമ്മൾ അങ്ങനെ ഒരേ ഇരുന്നതിന്റെ ഒരു ടയേർഡൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഓരോ ദിവസവും 10 ആളുകൾ മാത്രമാണ് നേരിട്ട് കാണാനുള്ള അവസരമുള്ളൂ എന്നും അതിൻ്റെ ദിവസങ്ങളൊക്കെ കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായ എത്ര നമ്പർ ടോക്കണാണ് കിട്ടുന്നത് എന്നറിഞ്ഞ് ആ ടോക്കണിൻ്റെ സമയം എപ്പോഴാണെന്നറിഞ്ഞ് അങ്ങനെ കൃത്യമായി അറിഞ്ഞവർ മാത്രമാണ് വരേണ്ടത്. ഒരാളും ബുക്ക് ചെയ്യാതെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എല്ലാവർക്കും സ്ഥലം അറിഞ്ഞിട്ടുണ്ടാകും, അതുകൊണ്ട് നേരിട്ട് കാണാൻ വേണ്ടി ഒരാളും ബുക്ക് ചെയ്യാതെ വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബുക്ക് ചെയ്യാതെ വന്നാൽ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കില്ല, നമ്മൾ വേറെയുള്ള ചില തിരക്കുകളിലൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്തിലൊരിക്കൽ നേരിട്ട് മജ്‌ലിസിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. മജ്‌ലിസ് കൃത്യം 9:30 അവസാനിക്കും. നിങ്ങൾ ഇപ്പോൾ വന്ന സ്ഥലത്തല്ല, അവിടുന്ന് നേരിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഹൈവേ റോട്ടിൽ തന്നെയാണ് ആ സ്ഥലമുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ ആ മജ്‌ലിസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും ഏകദേശം 9:30 ആകുമ്പോഴേക്ക്, രാത്രി 9:30 ആകുമ്പോഴേക്ക് മജ്‌ലിസ് അവസാനിക്കുകയും നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ കൃത്യമായി നിങ്ങളുടെ വീട്ടിലെത്താനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ്സും അതേപോലെ തന്നെ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഹൈവേ റോട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമാകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നേരിട്ട് നിങ്ങൾക്ക് മാസത്തിലൊരിക്കൽ, എല്ലാ മാസവും
അറബ് മാസം 3-ാമത്തെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് നേരിട്ട് മജ്‌ലിസിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ഫോണിൽ വിളിച്ച് സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി നേരിട്ട് കാണാനുള്ളവർ എന്നാണ് ഇനി ഡേറ്റ് ഉണ്ടാവുക എന്ന് ചോദിച്ചവരോടാണ് അറിയിക്കുന്നത്. ഇനി നേരിട്ട് കാണാൻ ഒരു ദിവസം 10-20 ആളുകൾ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ പലർക്കും 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ്, കാത്തു നിന്നിട്ടാണ് അവർക്ക് റൂമിലേക്ക് കയറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത്രയും പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഞാനും അനുഭവിക്കുന്നുണ്ട്. കാരണം അത്രയും നേരം ഒരേ ഇരുത്തം ഇരുന്ന് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരു പ്രയാസം നിങ്ങൾക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പരിമിതപ്പെടുത്തിയത്. അപ്പൊ 20 ആളുകളാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് അവരൊക്കെ നോക്കിയിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കേൾക്കാനോ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാനോ സാധിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാ കാര്യങ്ങളിലും നമുക്ക് വലിയ വിജയം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മഹാനരായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുത്തത്, എല്ലാ ബറക്കത്തും എനിക്ക് സാധ്യമായത്, എൻ്റെ ജീവിതത്തിലേക്ക് ഇത്രയും സന്തോഷവും ഖൈറൊക്കെ ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ എനിക്കൊരു ഒരു സലാമത്ത് ലഭിച്ചത് ഞാൻ ഈ ദിക്റുകൾ എൻ്റെ ജീവിതത്തിൽ പതിവാക്കിയത് കൊണ്ടാണെന്ന് മഹാനരായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: മാ ഹസലിൽ ഫുതുഹ് വൽ ബറക, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും ബറക്കത്തും എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു വിജയവും ഒക്കെ ലഭിച്ചത് ഇല്ലാ ബിഹാദിഹിൽ ഔറാദ്, ഈ ദിക്റുകളെ കൊണ്ടാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിക്റുകളാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ മുമ്പ് നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരുപാട് അമലുകൾ വന്നിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇന്നലെ നമ്മുടെ അടുക്കൽ വന്ന ഒരു കുടുംബം, അവര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അമല് ചെയ്തതിന്റെ പേരിൽ അവർക്ക് ലഭിച്ച ഒരു സന്തോഷം, അവരുടെ മകന് ജോലി ലഭിച്ച സന്തോഷം അറിയിക്കാൻ വേണ്ടി ദൂര സ്ഥലത്ത് നിന്ന് അവർ വണ്ടിയെടുത്ത്, മറ്റുള്ളവർ വിളിച്ച് വണ്ടിയെടുത്ത് നേരിട്ട് ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അല്ലാഹുവേ, അവരുടെ ആ മകന്റെ ജോലിയിൽ ഇനിയും നീ ബറക്കത്ത് നൽകണമല്ല. അവർ ബിസ്മി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെല്ലാൻ വേണ്ടിയിട്ടും അത് ചെയ്യുകയൊക്കെ ചെയ്യണം. അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ഒരു അമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യാ ലത്തീഫ് എന്നുള്ളതിന്റെ ഒരു അമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു അമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ അമലുകളൊക്കെ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള അമലാണ്. ഇന്നത്തെ വീഡിയോയിലും അതുപോലെയുള്ള ഒരു അമലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഏത് അമൽ ചെയ്തിട്ടാണ് നമുക്ക് അള്ളാഹു ഏതിലൂടെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരിക എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. നമ്മളോട് പറഞ്ഞത് മുട്ടുവിൻ തുറക്കപ്പെടും, നിങ്ങൾ ചോദിക്കുവിൻ, നന്നായി ചോദിക്കണം, ധാരാളം ചോദിക്കണം. ചോദിച്ചാൽ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളത് ഉറപ്പാണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവ് അത് വിശാലമാണ്, അത് പ്രവിശാലമാണ്. എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണ് അവൻ. അതുകൊണ്ട് തന്നെ റബ്ബിനോട് ചോദിക്കേണ്ട രൂപത്തിൽ, ചോദിക്കേണ്ട സമയത്തിൽ അതങ്ങ് കൃത്യമായി ആത്മാർത്ഥതയോടുകൂടെ ചോദിച്ചാൽ ലഭിക്കുമെന്നുള്ളതിന്റെ തെളിവ് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകും. ബിസ്മിയുടെ അമലൊക്കെ ചെയ്തു, ഒരുപാട് അമലുകൾ ചെയ്തു, പല കാര്യങ്ങളും ചെയ്ത് നേടിയെടുത്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും. അതിൽപ്പെട്ട വളരെ മഹത്വമായ ഒരു അമലും കൂടെയാണ് പറയുന്നത്. നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഒരാൾ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകാൻ, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നേടാൻ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ എന്തു വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്താണതെന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച ദിവസം കൃത്യമായി കേൾക്കാൻ, ഞാൻ എഴുതിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ഡിസ്പ്ലേയിൽ എനിക്ക് കാണിക്കാൻ പ്രയാസമുണ്ട്. വെള്ളിയാഴ്ച ദിവസം യാ അല്ലാഹ് എന്നുള്ളത് 1000 തവണ ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് 1000 തവണ ചൊല്ലുക. ഞായറാഴ്ച ദിവസം യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് 1000 തവണ ചൊല്ലുക. തിങ്കളാഴ്ച ദിവസം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ളത് 1000 തവണ. ചൊവ്വാഴ്ച ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, അവിടുത്തെ മേലിലുള്ള സ്വലാത്ത് 1000 തവണ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്നുള്ളത് 1000 തവണ. ബുധനാഴ്ച ദിവസം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത് 1000 തവണ. വ്യാഴാഴ്ച ദിവസം സുബ്ഹാനല്ലാഹിൽ അലീമി വബിഹംദിഹി എന്നുള്ളത് 1000 തവണ.
അപ്പോ ആഴ്ചയിലെ എല്ലാ ദിവസവും 1000 തവണ ചൊല്ലാനുള്ള ചില പ്രത്യേക ദിക്റുകൾ, ഈ ചില പ്രത്യേക ദിക്റുകൾ ചൊല്ലിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുകയാണ്. മാത്രമല്ല ഗസാലി ഇമാം അവിടുത്തെ അനുഭവമാണ് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് പറയാം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മോട് പറഞ്ഞ എത്ര പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളിൽ സലാമത്ത് നൽകാൻ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, എത്ര ചികിത്സിച്ചിട്ടും മാറാത്തവര്, കുടുംബജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവര്, അല്ലേ? അതേപോലെ തന്നെ വിവാഹം ശരിയാകാത്തത്, ഇങ്ങനെ തുടങ്ങി വീടും സ്ഥലവും വിറ്റുപോകാത്ത ജപ്തിയിലായ എത്ര കേസുകളായി ഇന്നലെ വന്നതെന്നറിയോ? കടങ്ങളിങ്ങ് വന്ന് കുടിശ്ശികയായിട്ട് ഒരു നിലക്കും ഇനി ജീവിക്കാൻ വഴിയില്ല എന്ന് പല ആളുകളും വന്ന് പറയുന്നത് ഉസ്താദെ ആത്മഹത്യയുടെ വക്കീലാണെന്ന്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നിങ്ങളൊന്നും മനസ്സിൻ്റെ ഉള്ളില് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമുക്കത് അറിഞ്ഞത്. ചിന്ത വന്നിട്ട് അതങ്ങനെ പറയാതിരുന്നാൽ നമുക്കതിനെ ഉപദേശിക്കാനും കഴിയൂലല്ലോ. അപ്പൊ പറഞ്ഞതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ മനസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങനത്തെ ഒരു ചിന്തയെ വരരുത്. റബ്ബിലേക്ക്, റബ്ബ് നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന രൂപത്തിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾ ഈ അമലുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നിങ്ങൾ ആ പ്രതീക്ഷയോടുകൂടെ നിൽക്കുക. ആ പ്രതീക്ഷയാണ് ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴും വേണ്ടത്. ആ പ്രതീക്ഷയിൽ നിന്ന് നാം അമലുകൾ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലമുണ്ടാകും. അപ്പൊ ഈ ഒരു അമല് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ വേണ്ടി മനസ്സിന്റെ ഉള്ളിൽ തീരുമാനമെടുക്കുക. നല്ലൊരു നിയ്യത്ത് മനസ്സിന്റെ ഉള്ളിൽ കരുതുക, നല്ലൊരു നിയ്യത്ത്. ആ നല്ല നിയ്യത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ മക്കളുടെ വിവാഹം ശരിയാകാനാകാം, അതില് ചാടിപ്പോയ മക്കളുണ്ട്, ആ മക്കൾ തിരിച്ചു വരാൻ വേണ്ടിയാകാം, അതേപോലെ തന്നെ ജയിലിൽ അകപ്പെട്ടവരുണ്ട്, കേസിൽ പെട്ടവരുണ്ട്, അതിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ വേണ്ടിയാകാം, ഭർത്താവിന് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയാകാം, ബിസിനസ് തകർന്നവരുണ്ട്, ആ തകർച്ചയില് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ്, ഒരു നിലക്കും രക്ഷപ്പെടൂല എന്ന് കരുതിയിടത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഇത് നിയ്യത്താക്കി കരുതി ചെല്ലിയാൽ മതി. ഭർത്താവിനെ കൊണ്ട്, ഉപ്പയെ കൊണ്ട്, മദ്യപാനം കൊണ്ട് ഇതൊക്കെ പ്രയാസപ്പെടുന്ന ആളുകള്, മക്കള് ലഹരിക്ക് അടിമപ്പെട്ടവരെ ആ ദുസ്വഭാവം മാറ്റാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലവും പുരയിടവും വിൽക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള നിയ്യത്താകാം, നമുക്ക് നല്ലൊരു വീട് കിട്ടാൻ വേണ്ടിയുള്ള നിയ്യത്താകാം. ഒരൊറ്റ ആഴ്ച ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഒരൊറ്റ ആഴ്ച, വെള്ളിയാഴ്ച തുടങ്ങി വ്യാഴാഴ്ചയോടുകൂടെ അവസാനിക്കും. വ്യാഴാഴ്ചയോടുകൂടി ആ വെള്ളിയാഴ്ച രാവിലെ അവസാനിക്കും. അപ്പൊ ചൊല്ലേണ്ടത്, ഇത് എപ്പോഴാ ചൊല്ലേണ്ടത്? വെള്ളിയാഴ്ച ദിവസം. അത് എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം. ഇതില് പകല് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എപ്പോഴും ചെല്ലാം. അതിന് രാവിലെ സുബഹിക്ക് ശേഷം ചെല്ലാം, അതേപോലെ തന്നെ മഗ്രിബിന് ശേഷം ചെല്ലാം. ചൊല്ലേണ്ട എണ്ണം വളരെ കൃത്യമായിരിക്കണം. ഒന്നും കൂടെ ഞാൻ അമല് പറയുകയാണ്, ഞാൻ എഴുതി കാണിക്കാത്തതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. യാ അല്ലാ എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം 1000 തവണ ചൊല്ലുക. ശനിയാഴ്ച ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് 1000 തവണ. ഞായറാഴ്ച യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് 1000 തവണ. തിങ്കളാഴ്ച ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ളത് 1000 തവണ. ചൊവ്വാഴ്ച ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ളത് 1000 തവണ. ബുധനാഴ്ച അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത് 1000 തവണ. വ്യാഴാഴ്ച സുബ്ഹാനല്ലാഹിൽ അലീമി വബിഹംദിഹി എന്നുള്ളത് 1000 തവണ. ഇതാണ് ആ അമല്. ഈ അമല് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചൊല്ലുക. അത് ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞാനിത് ചെയ്തല്ലോ, എന്താ ലഭിക്കാത്തത്, ഇങ്ങനെയല്ല വേണ്ടത്. അതൊരു നിരാശയുടെ മനസ്സാണ്. ആ നിരാശയുടെ മനസ്സ് മാറ്റിവെച്ച് പ്രതീക്ഷയുടെ മനസ്സിലേക്ക് വരാം. എങ്ങനെ? ഞാൻ ഇന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ മുമ്പിലിരുന്നാണ് ഞാനിത് ചെയ്തത്. എനിക്ക് എൻ്റെ റബ്ബ് എന്നെ കൈവടിയുകയില്ല. ഞാനിത് ചെയ്തത് കൊണ്ട് എൻ്റെ റബ്ബെന്നെ ആ കാര്യത്തിലേക്ക് എനിക്ക് നല്ലൊരു ഒരു ഹൈർ എനിക്കതിലേക്ക് അള്ളാഹു നൽകും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന ആ രൂപത്തിലാണ് നമ്മൾ ആ അമൽ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മുടെ മനസ്സ് അങ്ങനെയാണ് വേണ്ടത്.
നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ നല്ല പ്രതീക്ഷകൾ കൊണ്ടുവരാനുള്ള ഒരു സൂചനയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ വിജയങ്ങളും ബറക്കത്തുകളും അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും വന്നത് ഞാനിത് ചെയ്തത് കൊണ്ടാണെന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കരുതേണ്ടത്, മഹാനരായ ഗസ്സാലി ഇമാമിന് വരെ അവിടുത്തെ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളൊക്കെ അവർ നേടിയെടുത്തത് ഈ ഒരു ദിക്റുകളെ കൊണ്ടാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കത് സാധിപ്പിച്ചു തരും എന്ന ഒരു പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ, ഈ കുടുംബ പ്രശ്നമുള്ള ആളുകൾ, അത്തരം ആളുകൾ ഇന്നലെ ഒട്ടനവധി ആളുകൾ വന്നിരുന്നു. അവരൊക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇത് ചെയ്യാം, ഇത് നല്ല നിയത്തോടു കൂടി ചെയ്യാം. വന്നവരിലെ കുറഞ്ഞ ആളുകൾക്കൊക്കെ സിഹറുമായി ബന്ധപ്പെട്ടത്, ഐനുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ തുടങ്ങി ചില വിഷയങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ടായിരുന്നു. അവർക്കൊക്കെ നമ്മളിവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ഇലാജുൽ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ അതെല്ലാ വിഷയങ്ങൾക്കും ശിഫ ആണല്ലോ. ഖുർആനുമായി ബന്ധപ്പെട്ടത്, അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടത്, ഇത്തരം വിഷയങ്ങളാണ്. അള്ളാഹുവിലേക്ക് ആത്മീയമായ വഴിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും മഹത്തായ മാർഗം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനാണ്. ഇന്നലെ വന്ന ആളുകൾക്കറിയാം, നമ്മളവർക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തതൊക്കെ ഖുർആനുമായി ടച്ചുള്ളത്, വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ, അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വളരെ എഫക്റ്റീവായിട്ടുള്ള സ്വലാത്തുകൾ, ഇത്തരം അമലുകളാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ചില ഗൗരവമുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് വേറെ രൂപത്തിലേക്ക് ഇടപെടേണ്ടി വരും. അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങി പറയും. പൊതുവിൽ എല്ലാവർക്കും നമ്മൾ അത്തരം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവെ, എല്ലാവർക്കും നീ വലിയ സലാമത്ത് നൽകണം അല്ലാഹ്, വലിയ സന്തോഷം നൽകണം റഹ്മാനെ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നീ അതിൽ നിന്നൊക്കെ വലിയൊരു സലാമത്ത് നൽകി അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഖൈറും സമാധാനവും നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാവരോടും ഞാൻ ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസം തന്നെ 300-400 ആളുകൾ വന്നപ്പോൾ ഞാൻ അനുഭവിച്ച പ്രയാസം വന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. 6 മണി മുതൽ 12 മണി വരെ ഒരേ ഇരുത്താണായിരുന്നത്. ആ സമയത്ത് ഒന്ന് എഴുന്നേറ്റ് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല. എങ്ങനെ എഴുന്നേറ്റ് പോകും? ഇവിടെ അത്രയും പ്രയാസപ്പെട്ട് ദൂര ദിക്കുകളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ, കാരണം അവരെ പ്രയാസപ്പെടുത്തരുതല്ലോ. പലരും വളരെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ, നടക്കാൻ കഴിയാത്ത ഉമ്മമാര്, കാലിന്റെ മുട്ട് മാറ്റിവെച്ച പ്രായമുള്ളവര്, അതേപോലെ തന്നെ മനസ്സ് തകർന്ന് ഹൃദയം പൊട്ടി നീറുന്ന ഹൃദയവുമായി വന്ന് ക്ഷമയോടുകൂടെ ഇരുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയണം, ഇതൊക്കെ ബോധപൂർവം ഇങ്ങനെ സമയം ഇങ്ങനെ ബന്ധിപ്പിക്കുന്നതല്ല. അത് ഓരോരുത്തരും മുമ്പിൽ വന്ന് പറയുന്ന വിഷയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗൗരവമുള്ള വിഷയമാണ്. അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളാണ്. അതിൽ നിന്ന് സലാമത്ത് കിട്ടാൻ ഒരുപക്ഷെ അവർക്കതൊന്ന് വായ തുറന്ന് നമ്മുടെ മുമ്പിലൊന്ന് പറഞ്ഞാൽ തന്നെ ഒരുവിധം അവർക്ക് സലാമത്താകും, ഒരു റാഹത്ത് കിട്ടും. അപ്പൊ അത് കേട്ടിരിക്കുക എന്നല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. ഇവിടുന്ന് കയറുമ്പോൾ ഇവിടെയുള്ള ഉസ്താദുമാര് നിങ്ങളോട് പറയുന്നുണ്ട്, കയറുന്ന സമയത്ത് 3 മിനിറ്റൊക്കെ ഉള്ളിലിരുന്നാൽ മതി, പെട്ടെന്ന് പുറത്തിറങ്ങണമെന്ന്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ അവരത് പറയുന്നത് കേൾക്കുമ്പോൾ അവര് ഇരുന്ന് കരയുന്ന സമയത്ത് എങ്ങനെ അവരോട് 3 മിനിറ്റായി പുറത്തു പോകാൻ പറയാൻ കഴിയൂലല്ലോ. അങ്ങനെയാണ് സമയം ഡിലേ ആകുന്നത്. അത്രയും ദൂരം നിന്ന് വരുന്നവരല്ല. അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകട്ടെ, രോഗങ്ങൾ തൊട്ട് അള്ളാഹു കാവല് നൽകട്ടെ. അതിൽ ഓപ്പറേഷൻ വിധിച്ചവരുണ്ട്, അറ്റാക്ക് സംഭവിച്ചിട്ട് അത് ആൻജിയോഗ്രാമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടേക്ക് ലോങ്ങിൽ നിന്ന് യാത്ര ചെയ്ത് വന്നവരൊക്കെ ഉണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ നീ വലിയ സലാമത്ത് നൽകണം അല്ലാഹ്. അതൊരു ആൻജിയോഗ്രാമിലേക്കും ആൻജിയോപ്ലാസ്റ്റിയിലേക്കും ഒന്നും എത്തിക്കാതെ ആ വന്ന ബർക്കത്തുകൊണ്ട്, അവർക്ക് ചെയ്യാൻ കൊടുത്ത അമലിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹുവെ, ആ രോഗം നീ പൂർണ്ണമായും ഷിഫയാക്കണം അല്ലാഹ്. നീ ഷിഫയാക്കണം റഹ്മാനെ, കാമിലായ ഷിഫ നൽകണം അല്ലാഹ്. അപ്പൊ ഗസാലി ഇമാമൊക്കെ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഈ മഹത്തായ ദിക്റുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. അത് ഒറ്റ തവണ, ഒരാഴ്ച ഒരു തവണ ചൊല്ലിയാൽ മതി.
ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു വെള്ളിയാഴ്ച തുടങ്ങി വ്യാഴാഴ്ചയിൽ അത് അവസാനിക്കും. അങ്ങനെ ഇൻഷാ അല്ലാഹ് ആ അമല് ഒരു പ്രാവശ്യം ചെയ്താൽ അത് കഴിഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം അത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമ്മൾ 12,000 ബിസ്മി ചൊല്ലിയിട്ട് വീണ്ടും ചൊല്ലുന്നവരുണ്ടല്ലോ, അതേപോലെ അതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഒരു പ്രാവശ്യമാണ് അത് ചെയ്യേണ്ടത്. ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ സാധിച്ചു കിട്ടും. കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാം അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നേടിയെടുക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിങ്ങനെ റബ്ബിലേക്ക് ഒരു ആത്മീയമായ വഴി എല്ലാ വിഷയത്തിലും നമ്മൾ നേടിയെടുത്താൽ അതിനൊക്കെ വലിയ റാഹത്ത് ലഭിക്കാൻ അത് കാരണമാകും. SSLCയിലും +2 എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഇന്നലെ പേന കൊണ്ടുവന്നിരുന്നു, പേന മന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹുവേ, ആ എക്സാമുകളിലൊക്കെ നീ നല്ല വിജയം നൽകണം അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, വിദ്യാർത്ഥികളൊക്കെ SSLC +2 തുടങ്ങുന്ന പബ്ലിക് എക്സാമുകൾ, ഡിഗ്രി എക്സാമുകൾ, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾ, നീറ്റ് എക്സാം ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. അല്ലാഹുവേ, അവർക്കൊക്കെ നല്ല ഓർമ്മശക്തി നൽകണം അല്ലാ. നല്ല ഫഹ്മും അഖലും നൽകണം റഹ്മാനെ. അവർ എഴുതുന്ന പരീക്ഷകളിൽ നല്ല വിജയം നൽകണം അല്ലാ. എല്ലാം നല്ല ഓർമ്മയിൽ നിലനിർത്തണം റഹ്മാനെ. ഓർമ്മയിൽ നിൽക്കാനുള്ള അമലുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, അമലുകളിലൊക്കെ നീ നല്ല ഫലം നൽകണം അല്ലാ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും രാത്രി 7 മണിക്കും നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ നല്ല നിയ്യത്തുകൾ വെച്ച് പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയൊക്കെ ചെല്ലുന്ന സമയത്ത് നല്ല നിയ്യത്ത് വെച്ച് പങ്കെടുത്താൽ ഒരുപാട് ഖൈറുകൾ ജീവിതത്തിലേക്ക് ലഭിക്കാൻ അത് കാരണമാകും. അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാനുള്ള ഒരു വഴിയുമാണത്. നിങ്ങൾ ഇവിടുന്ന് ചൊല്ലുമ്പോൾ കേവലം കേൾക്കുകയല്ലല്ലോ, നിങ്ങളിത് ഇവിടുന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്നത് കേട്ടിട്ട് നിങ്ങളുടെ നാക്കുകൾ, നിങ്ങളുടെ ചുണ്ടുകൾ അത് ചലിക്കുന്നുണ്ട്, നിങ്ങളും ചൊല്ലുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവിടുന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ ചൊല്ലുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഖുർആൻ ഓപ്പൺ ചെയ്ത് വെച്ച് ഓതുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.